ശരത്ത്, ഇന്ന് രാവിലെയാണ് ഷിബിൻ ഈ സർജറി ചെയ്ത ഡോക്ടർ ലളിതാംബികയാണെന്നും ലളിതാംബികയുടെ വീട്ടിൽ പോയി കൺസൾട്ടൻസി നടത്തിയിട്ടുണ്ടെന്നും ആ കൺസൾട്ടൻസിക്ക് ഒരു ഫീസ് കൊടുത്തിട്ടുണ്ടെന്നും പണം കൊടുത്തിട്ടുണ്ടെന്നും നമ്മളോട് പറഞ്ഞത്. എന്നാൽ അതെല്ലാം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. ഡോക്ടർ ലളിതാംബിക പറയുന്നു 5 അല്ല 50 വർഷം ഈ ആർട്ടറി ഫോസിൽസ് എന്ന് പറയുന്ന കത്രികയ്ക്ക് സമാനമായ കുടിഞ്ഞൽ സാധനം ഇരുന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. വിചിത്ര ന്യായീകരണമാണ്. പക്ഷേ ലളിതാംബിക പറയുന്നു അല്പസമയത്തിനുള്ളിൽ ആ കേസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ അറിയാം ആരാണ് സർജറി ചെയ്തത് എന്ന്. ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണോ ഡോക്ടർ ലളിതാംബിക? ശരത്. അരുൺകുമാർ, അതായത് ഈ വിഷയത്തെ ഒരു ലളിതവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇന്നിപ്പോൾ ഡോക്ടർ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കറിയാം മണ്ണാനം മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ഡോക്ടർ കൂടിയാണ് ഡോക്ടർ ലളിതാംബിക എന്ന് പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് ഈ 5 അല്ല 50 വർഷം ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കിടന്നാലും അത് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. മാത്രമല്ല ഇത് കഴിഞ്ഞ, അതായത് 2021 നടത്തിയ ശസ്ത്രക്രിയ സമയത്ത് തന്നെയാണ് വയറ്റിൽ കുടുങ്ങിയതെന്ന് സംബന്ധിച്ച് ഒരു തരത്തിലും പറയാൻ കഴിയില്ല. കാരണം അതിനു മുമ്പും ഇവർക്ക് ശസ്ത്രക്രിയ മറ്റും നടന്നതായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വന്ന് ഒരു തരത്തിലും പറയാൻ കഴിയില്ല. അത് പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും അവർ പറയുന്നുണ്ട്. ഒപ്പം ആരോഗ്യ വകുപ്പിന്റെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ കുറ്റപ്പെടുത്തതിനൊരു പ്രതികരണം കൂടി അവർ നടത്തുകയുണ്ടായി. അതായത് ആവശ്യത്തിനുള്ള ഇത്തരത്തിലുള്ള സ്റ്റാഫുകൾ ഇവിടെ ജോലിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സമയങ്ങളിൽ ചില വീഴ്ചകൾ ഉണ്ടാകാറുണ്ട്. ഇത്ര ഉപകരണങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, അത് എത്രണ്ണം തിരിച്ച് ഏൽപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ കണക്ക് പലപ്പോഴും കിട്ടാറില്ല. അത് മനക്കണക്കായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കത്രികയോ മറ്റിത്തരം വസ്തുക്കളൊക്കെ തന്നെ എടുക്കുകയും തിരിച്ചു വെക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇത്തരം രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നുള്ള ഒരു ന്യായീകരണം ആണ് അവർ ഇപ്പോൾ എന്തായാലും പറയുന്നത്. ഒപ്പം താനല്ല ഈ ശസ്ത്രക്രിയ നടത്തിയതെന്നടക്കം അവർ ഉറപ്പിച്ച് പറയുന്ന കൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും അവരങ്ങനെ പറയുമ്പോഴും ആ യൂണിറ്റിന്റെ ചീഫായി പ്രവർത്തിച്ചിരുന്നത് ലളിതാംബിക തന്നെയാണ് എന്നുകൂടി അവർ കൂട്ടിച്ചേർത്തു. അതായത് താൻ ആ സമയത്ത് യൂണിറ്റ് ചീഫായിരുന്നു, ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു. അതുകൊണ്ടായിരിക്കാം തന്റെ പേര് പറയുന്നത് എന്നുള്ളതാണ് ലളിതാംബിക പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു ചുമതലയുള്ള ആൾക്ക് ഇതിൽ ഈ വീഴ്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണഗതിയിൽ ഈ ചുമതലയുള്ള പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം മേൽനോട്ടം നയിക്കേണ്ട ആളാണ്. പക്ഷേ ആ ആൾ ഇത്തരത്തിൽ തനിക്ക് വീഴ്ച പറ്റിയിട്ടില്ല, താൻ അറിഞ്ഞില്ല എവിടുന്ന് പറ്റിയെന്നടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ 5 അല്ല 50 വർഷം ഇരുന്നാലും അതൊരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അടക്കം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 10 മണിക്ക് മാധ്യമങ്ങൾ കാണുമെന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇതിന്റെ രേഖകൾ മറ്റും പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്പസമയം കൂടി വൈകിയ ശേഷം കാണുമെന്നുള്ളതാണ്. ഒപ്പം വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി ഇന്നിപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് വേദിയാകും. യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം അല്പസമയത്തിനകം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വരികയും ചെയ്യും. നമുക്കിപ്പം ആദിൽ കൂടിയുണ്ട്. ആദിൽ, ഈ ഉഷയുടെ ചികിത്സ വൈകുന്നേരത്തേക്ക് കൂടി എനിക്കൊരു അത് ശസ്ത്രക്രിയ ഉണ്ടാവും എന്നാണ് നമ്മൾ അറിയുന്നത്. ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. അത് അമൃത ആശുപത്രി അധികൃതരെ അറിയിക്കും. ഇപ്പോൾ ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഒരു സ്കാനിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ സമയം നിശ്ചയിക്കും. ഇന്ന് തന്നെ ഓപ്പറേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ടോ? അതിൽ അവർക്ക് വേണ്ടത്ര ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു. അത് സർക്കാർ പരിശോധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്, അല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കെ സി വേണുഗോപാൽ എംപിയുടെ നിർദ്ദേശപ്രകാരമാണ് അമൃത ആശുപത്രിയിലേക്ക് ഉഷ ജോസഫും എത്തിയിട്ടുള്ളത്. ആ ചികിത്സാ ചെലവ് കോൺഗ്രസ് വഹിക്കുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന അമൃത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉഷ ജോസഫ് ഉള്ളത്. ഉഷ ജോസഫിനെ ഗാസ്ട്രോ വിഭാഗത്തിലാണ് ഇപ്പോൾ പരിചരണത്തിൽ തുടരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ ചില ബുദ്ധിമുട്ടുകളും വേദനയും ഒക്കെ ഉണ്ടായിരുന്നു വയറിനുള്ളിൽ. മരുന്നുകൾ നൽകി ഇപ്പോൾ ആശ്വാസമുണ്ട് എന്നവർ പറഞ്ഞു എന്ന് ഡോക്ടർമാരുടെ സംഘം ഇനി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇന്ന് അല്പം കൂടി കഴിയുമ്പോൾ 10 മണിയെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. 10:30 കഴിയുന്ന മുറയ്ക്ക് ഒരു CT സ്കാൻ നടത്തും. ആ CT സ്കാൻ പിന്നീട് ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തും. ഒരാളെന്നുള്ളതല്ല, ഇവിടെയുള്ള പ്രധാനപ്പെട്ട സീനിയർ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട സീനിയർ ഡോക്ടർമാർ ഒരു വിലയിരുത്തൽ നടത്തും. അവർ യോഗം ചേരും. അതിനുശേഷം എങ്ങനെയാണിത്, ഇതിൻ്റെ കിടപ്പ് എങ്ങനെയാണ്, ഏത് ഭാഗത്താണ് എന്ന് സംബന്ധിച്ചൊക്കെ ഒരു പൊസിഷൻ സംബന്ധിച്ചൊരു വിലയിരുത്തൽ വേണം. അതിനുശേഷമാകും ശസ്ത്രക്രിയയുടെ കാര്യം തീരുമാനിക്കുക. ഇന്ന് തന്നെ പരമാവധി ശസ്ത്രക്രിയ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് മകൻ ഷിബിൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഏതായാലും ഇന്ന് തന്നെ ശസ്ത്രക്രിയ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നതാകട്ടെ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്ത് പുറത്തിറക്കേണ്ട സാഹചര്യമില്ല. അവധാനതയോടെ സാവധാനം പരിശോധനകൾ പൂർത്തിയാക്കിയായിരിക്കും ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി പറയുന്നത്. ആരോഗ്യനില ഉഷയുടേത് തൃപ്തികരമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഷിബിന്റെ പ്രതികരണം വളരെ പ്രധാനമാണ്. രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ, റിപ്പോർട്ടറിനോട് സംസാരിക്കുമ്പോഴും ഈ പറയുന്ന ഡോക്ടർ, താൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഡോക്ടർ, ആ ഡോക്ടർ കൃത്യമായി
ഒരു ഫീസ് വാങ്ങി ആ ഫീസിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഈ ശസ്ത്രക്രിയയ്ക്കായി റെഫർ ചെയ്യുന്നത് എന്ന കൃത്യമായ വിവരം ഷിബിൻ പങ്കുവച്ചിരുന്നു. അതിൽ ഒരു മാറ്റവുമില്ല. കൃത്യമായി രോഗിയെ അറിയേണ്ടതാണല്ലോ എന്ന ചോദ്യമാണ് ഈ ഉഷയുടെ മകൻ ചോദിക്കുന്നത്. മാത്രമല്ല പലപ്പോഴായി ആശുപത്രിയിൽ പോകുമ്പോഴൊക്കെ രക്തം വരുമ്പോഴൊക്കെ അത് മൂത്രത്തിൽ കല്ലാകാം എന്നുള്ള സാധ്യതയാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും ഇപ്പോൾ ആശ്വാസമുണ്ട് എന്നുള്ള പ്രതികരണമാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ശരി, അതിൽ തുടരുന്നുണ്ട്. ഒപ്പം ശരത്തുമുണ്ട്. അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ടാവും. റാഹി സുഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹി സുഷീദ്, മിനിസ്റ്റർ ഡോക്ടർ ലളിതാംബിക്കെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് വീണ ജോർജിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നടപടി വരുന്നു എന്നാണോ? ഉറപ്പായും അരുൺകുമാർ, ഈ വിഷയത്തിൽ അന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനം ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ ലളിതാംബിക നിലവിൽ സർവീസിൽ ഉള്ള ആളല്ല. സർവീസിലുള്ള ആളുകൾക്കെതിരെ ഉടൻ തന്നെ സസ്പെൻഷൻ നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് അതിൽ എണ്ണയൊഴിക്കുന്ന ഒരു സമീപനമാണ് ലളിതാംബികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിരീക്ഷണം. അതുകൊണ്ടാണ് അവർ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കത്രിക 50 വർഷം വയറ്റിൽ കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന കാര്യം. മറ്റൊന്ന്, ഈ ഉഷ ജോസഫ് അതിനുശേഷവും പലതരത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ട്. അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയിൽ ഇത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്ന തരത്തിലൊരു അവരെ സംശയദൃഷ്ടിയിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തി. മകൻ ഷിബിൻ ഇന്ന് നമ്മളോടടക്കം പറഞ്ഞത് ഫീസ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ ചെന്ന് കണ്ടിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് കുടുംബം കോടതിയെ സമീപിക്കുന്നത് കൊണ്ടും മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച റിപ്പോർട്ട് കൂടി പോലീസിന് കൊടുക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് DME വഴി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടും പോലീസിന് കൈമാറാനാണ് ഇപ്പോൾ തീരുമാനം. താങ്ക് യു. റാഹി സുഷീദാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.